നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നാടകരംഗത്തും സിനിമാ രംഗത്തും ഏറെ ശ്രദ്ധേയനായ നമ്മുടെ സാലു കുട്ടനാട് ആയിട്ടാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം സർ, നമുക്ക് കൂടുതൽ മുഖവരിയില്ലാതെ കാര്യങ്ങളിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ നാടകരംഗത്തും സിനിമാ രംഗത്തൊക്കെ എത്തിപ്പെട്ടത്? നമ്മളിപ്പോ നാടക രംഗത്ത് ഞാൻ ചെറുപ്പം മുതലേ നാടകവും കാര്യങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ ഇങ്ങനെ നാടകവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു പ്രൊഫഷണൽ നാടക ട്രൂപ്പ് തുടങ്ങി. വള്ളുവനാടൻ തിയേറ്റേഴ്സ്. അങ്ങനെ അത് മാളാരവിന്ദന്റെ എന്ന സംവിധാനം, ശ്രീ മൂലാധാരം മോഹന്റെ സ്ക്രിപ്റ്റ്, സംവിധാനം മാളാരവിന്ദൻ. സിനിമ ഫീൽഡിലുള്ള ആളുകളായിക്കോട്ടെ, അതൊരു ഇതല്ലേ സാർ? തീർച്ചയായും. അപ്പൊ അങ്ങനെ ആ നാടകം ഒരു 2 വർഷം അങ്ങനെ കൊണ്ടുപോകണം ട്രൂപ്പായിട്ട് പോയി. ഒരു നാടകം തന്നെ കളിച്ചത്. ആ നാടകം ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ വിജയൻ പെരുങ്ങോട് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരുന്നു. പിന്നെ എറണാകുളത്തുള്ള ടീമുകളൊക്കെ ആയിരുന്നു. അങ്ങനെ ആ നാടകം കഴിഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു പടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കിട്ടിയത്. അങ്ങനെ ലോഹിദാസിനെ പോയി കണ്ടു. ലോഹി സാറ് ഒരു പടം ചെയ്യുന്നത്, ഞാനപ്പോൾ അതിൽ ഒരു വേഷം ചെയ്ത സുന്ദർദാസ് ഡയറക്ടർ. അങ്ങനെ സല്ലാപം എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നേ കാർണിവൽ എന്ന് പറഞ്ഞ പടത്തിലൊക്കെ ചെറിയ വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം പുറത്തിറങ്ങിയ സിനിമ പുറത്തിറങ്ങിയ ഈ പടം കാർണിവലും പുറത്തിറങ്ങിയതാ. അതില് പിന്നെ ഒരു സീനിലായിട്ടുള്ളൂ സംഭവം. മമ്മൂക്കയുടെ കൂടെ വളരുന്ന സംഭവത്തിൽ കൂടെ വർക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു സാധനമാണ്. പിന്നെ അതിന് മുന്നൊക്കെ ചെയ്തത്. പക്ഷെ അതൊന്നും അത്ര വലിയ ക്ലച്ച് പിടിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പിൽ കൂടെ അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എങ്ങനെ ലോക് സാറിനെ പോയി കണ്ടു. അതെ, പുള്ളി ഒരു സബ്ജക്റ്റ് എഴുതുന്നത് ഞാനിങ്ങനെ സുന്ദർദാസിന് വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൊരു വേഷം, ഒരു ആശാരി, കരുവാരൻ ആശാരി, ആശാരിയുടെ ഒരു വേഷം അതായിരുന്നു. അത് ചെയ്തു. അങ്ങനെ അത് ചെയ്തപ്പോ പിന്നെ അത് ക്ലിക്കായി. അങ്ങനെ ക്ലിക്കായപ്പോ പിന്നെ പടങ്ങള് സിനിമാ രംഗത്ത് സിനിമാ നടൻ എന്ന രീതിയിൽ തന്നെ നമ്മൾ തിരിച്ചറിയുക. അതാണ്. അതെ, അംഗീകരിച്ചു. അതുകൊണ്ട് അതെ. പക്ഷെ അതിന് മുന്നേ ചെയ്ത പടങ്ങളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി പക്ഷെ ആരും തിരിച്ചറിഞ്ഞില്ല. ഇപ്പൊ ഇതിലാണ് തിരിച്ചറിഞ്ഞു. ഇതിൽ ഞാൻ മാത്രമല്ല, മഞ്ജു വാര്യർ, കലാഭവൻ മണി, ദിലീപ്, ഇങ്ങനെയുള്ള ആളുകൾ, ഒരുപാട് ആളുകള്. കലാഭവൻ മണിയൊക്കെ അതിൽ അറിയപ്പെട്ടത് ആ സംഭവം. അതിലാണ് എല്ലാവർക്കും ബ്രേക്ക് ആയിരുന്നു. അതിൽ അഭിനയിച്ച എല്ലാവർക്കും ബ്രേക്ക് ആയിരുന്നു. ചെറിയ പടങ്ങളൊക്കെ എന്നെ പോലീസും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മുന്നേ ഇതിലാണ് ഒന്നും കൂടി ബ്രേക്ക് ആയത്. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മളും വിട്ടുള്ളൂ. നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു സിനിമ നടന്നായി. വെരി ഗുഡ്. എന്തായാലും നമ്മുടെ നാടിനും നമ്മുടെ ജില്ലക്കൊക്കെ താങ്കൾ ഒരു ശ്രദ്ധേയനായ ഒരു ആളായി മാറിയിട്ടുണ്ടല്ലോ. അതിന് വലിയ കാര്യമല്ലേ? പിന്നെന്താ വലിയ കാര്യം. പഴയകാല നടന്മാരെ കുറിച്ചൊക്കെ ഓർമ്മിക്കുമ്പോൾ അവരെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താൽ നമുക്ക് പ്രേക്ഷകർക്കൊരു. അതിപ്പോ ഒരുപാട് നടന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ പഴയകാല നടന്മാര് പപ്പുച്ചേട്ടൻ, മാളച്ചേട്ടൻ, ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് സംഭവം. അവരൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ അറിയാലോ, മരിച്ചു പോയുള്ള ആളുകളൊക്കെ വിട്ടുപോയത്. ഇപ്പൊ അടുത്ത കാലത്തിട്ട് ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ കുറച്ച് ദിവസം മുന്നെയാണ് ഇപ്പൊ മേഘനാഥൻ. ഞാൻ പോയിരുന്നു അവിടെ. മേഘനാഥൻ മരണപ്പെട്ട ഒരു സംഭവം. അപ്പൊ അങ്ങനെ ഇപ്പൊ ദൈവത്തിന്റെ എങ്ങനെയൊക്കെ മനുഷ്യന്മാരുടെ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. പക്ഷെ എന്നാലും ഈ പഴയകാല നടന്മാരുടെ ഒരു സംഭവം ഒന്നും ഇപ്പോഴത്തെ നടന്മാരുടെ സെറ്റപ്പിൽ ഇല്ല. കൃത്യം പറഞ്ഞു അതിന്റെ അതൊരു പ്രത്യേക ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അങ്ങനെ സഹകരണമൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല സഹകരണം. ഇപ്പൊ ഇനി 4-ാം തീയതിയാണ് നമ്മുടെ ഈ അമ്മാറെ ഒരു ജന്മപൊടി. ഈ 4-ാം തീയതി ഇപ്പൊ ഒരു കുടുംബ സംഘമാണ്. അത് എറണാകുളത്ത്. പിന്നെ 4-ാം തീയതി ഇപ്പൊ അതിന് പോകണം. അങ്ങനെ ഓരോ പരിപാടി ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ മീറ്റിംഗും കാര്യങ്ങളൊക്കെ. ഒരു MLA മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് നമ്മള് ലൈഫ് മെമ്പറാണ്. അതുകൊണ്ട് നമുക്ക് പെൻഷൻ ഉണ്ടാവുന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങൾ അറിയിക്കുമ്പോ അവിടെ പോകണം. പിന്നെ അതിപ്പോ നല്ല രൂപത്തിൽ പോകണം കാര്യങ്ങൾ. ഇപ്പൊ മെമ്പർമാരൊക്കെ ഓരോ ആൾക്കാരൊക്കെ മാറി. എന്റെ അടുത്ത കാലത്ത് കുറെ മാറ്റങ്ങളൊന്നും ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഈ പഴയകാല നടന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ സത്യൻ, നസീർ, അതുപോലെ ജയൻ,
ഇവരുടെ കൂടെ അഭിനയിക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ടോ? അതിപ്പോ ഈ സത്യൻ സാറ്, ഇവര് നസീർ സാറ്, അങ്ങനെ ജയൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ കണ്ട് പരിചയമുള്ള ഓരോ സംഭവങ്ങളല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് ഇങ്ങനെ ഇവര് എവിടെയൊക്കെയാണുള്ളത്, എന്തൊക്കെയാണെന്നുള്ളത് കാണാനുള്ള ആഗ്രഹവും മറ്റുള്ള സംഭവം കാര്യങ്ങളൊക്കെ പോകും. അപ്പൊ അതിന് ഉദാഹരണം പറയാം, അമ്മിണിയമ്മ എന്ന് പറയുന്ന ഷൂട്ടിങ് ദേശമംഗലത്ത് നടക്കുകയാണ്. അപ്പൊ ഏതായാലും ഈ ആർട്ടിസ്റ്റുകൾ വരുമ്പോ അവരെ കാണാനുള്ള ഒരു ആഗ്രഹവും. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോ നസീർ സാറായിരുന്നു അവിടെ ഈ കുട്ടികളെ വെച്ചിട്ട് ഒരു സോങ് റെക്കോർഡ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ അവിടെ ചെന്നു, ഞാൻ അദ്ദേഹത്തെ കണ്ടു, പരിചയപ്പെട്ടു, നമസ്കാരം പറഞ്ഞു. നമസ്കാരം. പുള്ളി പിന്നെ ഭയങ്കര സെറ്റപ്പിൽ അവരുടെ മരത്തിന്റെ ചോട്ടില് നല്ല തണലിന്റെ അവിടെ കസേരട്ടിരിക്കുകയാണ്. പുള്ളിയെ പരിചയപ്പെടണം, അതുകൊണ്ടാണ് അവിടെ പോയത്. എന്നെ നക്ഷത്രം പറഞ്ഞു ചെന്നപ്പോ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇങ്ങനെ സാലവും കൂട്ടനാണെന്ന് പറഞ്ഞു. കൂറ്റനാട് എന്ന് പറയുമ്പോ ഞാൻ ആ പേര് തന്നെ കണ്ട പരിചയ. പുള്ളി അതിലേന്ന് യാത്ര ചെയ്ത് നമ്മുടെ കൂറ്റനാട് അതിലേന്ന് കാറിൽ യാത്ര ചെയ്ത്. അപ്പൊ പുള്ളി ബോർഡ് വായിച്ചപ്പോ അതിന്റെ ഒരു മെമ്മറി കൂറ്റനാട് എനിക്കറിയാം. അത് ഒരുപാട് ദൂരം ഉണ്ടല്ലോ. ഇല്ല സാർ, ഒരു 10-25 കിലോമീറ്റർ ഉള്ളൂ. എന്തായാലും അവിടുന്ന് വരാ. എങ്ങനെ വന്ന് സൈക്കിളിലാണോ? സൈക്കിളെ വിട്ടിട്ട് വരാണോ? അയ്യോ, സിനിമയില്ല, ബ്രഹ്മം കൊണ്ട് സംഭവം കൊണ്ടാ. സൈക്കിളിൽ പോയി 25 കിലോമീറ്റർ ചവിട്ടി പോയി. അതോ ഭയങ്കര കയറ്റമൊക്കെയാണ് അവിടെ. ഈ ദേശമംഗലം എന്ന് പറയുന്ന സ്ഥലം ഇങ്ങനെ തിരിഞ്ഞു വളഞ്ഞ് ഒലിച്ച് അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളുണ്ട് അവിടെ. അതിലൊക്കെ ചെറുങ്ങി ഷൊർണൂർ കഴിഞ്ഞ് ദേശമംഗലത്തെത്തി ആള് വന്ന് ഷൂട്ടിങ്ങിന് പോയി. അവിടെ വന്ന് ഇത് കാണാനുണ്ട്. അങ്ങനെ എന്നെ ചിത്രകാരൻ്റെ അടുത്ത് തന്നെ പരിചയപ്പെട്ടു. അങ്ങനെ പുള്ളി അപ്പോ പുള്ളി മര്യാദയാണ്. പുള്ളി വേറൊരു ചെയർ പ്രൊഡക്ഷനിൽ വിളിച്ച് പറഞ്ഞ് അപ്പൊ തന്നെ ചെയർ കൊടുന്ന് എനിക്ക് തന്നു. ഞാൻ ഇത്ര ഈ ഒരു കണ്ടീഷൻ അല്ല നമ്മളെ ചെറുപ്രായം. ഇരിക്കും തരാൻ വേർത്ത് നാശായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. സൈക്കിൾ കൂട്ടിയല്ലേ തന്നെ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് കാണും. കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു. എന്നിട്ട് പുള്ളി നാരങ്ങ ഓർഡർ ചെയ്തു. പ്രൊഡക്ഷനിൽ നാരങ്ങ പറഞ്ഞു. അത് കൊണ്ടുവന്ന് കുടിച്ചു. ഇത് പുള്ളിയായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഷോട്ടിന്റെ സമയപ്പോ പുള്ളി പോയി. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സാർ, ഇപ്പോ പുതിയ കാല നമ്മളെ നടന്മാരുണ്ടല്ലോ, മോഹൻലാൽ, മമ്മൂട്ടി, അവരെ കുറിച്ചൊക്കെ അറിയാൻ തന്നെ അവരെക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ സാറിന് എങ്ങനെയാണുള്ളത് ഒന്ന് പറഞ്ഞാൽ? ഈ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ കൂടെ 6-7 പടം ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെ കൂടെ 8-9 പടം, 10 പടത്തിന്റെ അടുത്ത് മോഹൻലാലിന്റെ കൂടെ ചെയ്തു. രണ്ടാളും ഏത് ആർട്ടിസ്റ്റിനെ കൂടി അഭിനയിക്കാനൊന്നും ഒരു വിഷയം അവരായിട്ട് കണ്ട് ഇത് നമ്മൾ സെറ്റില് നമ്മൾ ഒരുമിച്ച് ഒരു സംഭവം ചെയ്യുമ്പോ ഉള്ള ആ ഒരു ഇതുള്ള സംഭവം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. അതൊക്കെ ഉള്ള സംഗതിയാണ്. അങ്ങനെയില്ല, എങ്ങനെ ചെയ്യാൻ നമുക്ക് പറഞ്ഞു തരും. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. വളരെ എൻജോയ്മെന്റ് ആണ്. പിന്നെ രണ്ട് സപ്പോർട്ടിങ് ആണ്, 2 കൂട്ടുകാർ. അങ്ങനെയുള്ള സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് തമ്മിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ നമുക്ക് അറിയില്ലല്ലോ എന്താണ്. പക്ഷെ എന്നാലും സപ്പോർട്ടിങ് ആണ് എല്ലാവരും. എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെ.